ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഏത്തപ്പഴം കൊണ്ടേ ഒരു കറി ഉണ്ടാക്കിയാലോ. ഒരുപാടങ്ങ് പഴുത്ത പഴമല്ല, ഒന്ന് ചനച്ച പഴമാണ് കേട്ടോ. ഇനിയും പഴുക്കാനുണ്ട്, ഒരു പകുതി പഴുപ്പായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇതിന് അരപ്പായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട്, ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറുതായിട്ട് കഷ്ണിച്ച ഏത്തപ്പഴം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പഴം ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. നമ്മുടെ ഏത്തക്കായൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത് അങ്ങനെ കിടക്കണ്ട, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ കറി വറ്റി വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തണുക്കട്ടെ. തൈര് ചേർത്ത് കൊടുക്കുകയാണ്. വിസ്ക് വെച്ചൊന്ന് ഉടച്ച് വെച്ച തൈരാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഏത്തപ്പഴം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കൊന്ന് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കടുകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള എരിവും പുളിവും മധുരവും എല്ലാം ചേർന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത്തപ്പഴം കൊണ്ടുള്ള ഈ പുളിശ്ശേരി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കുന്ന ഒരു ക്യാബേജ് മുട്ടത്തോരനാണ്. ക്യാബേജും മുട്ടയും കൊണ്ടുള്ള ഒരു തോരൻ. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ക്യാബേജ് ഒന്ന് അരിയുന്ന സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കണം കേട്ടോ. ഒന്ന് ഞെരടി എടുക്കണം. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പുരണ്ട് കിട്ടണം. ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 ഉണക്കമുളക് രണ്ടായിട്ട് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരപ്പ് എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാബേജ് ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ചോപ്പ് ചെയ്തെടുത്താൽ കുറേ ചെറുതായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് കുറച്ച് വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സമയം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ക്യാബേജൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊരു അര കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്
ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, മുട്ടയാണ് കേട്ടോ. 2 മുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടേക്ക് 2 മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇളക്കിയാൽ മതി. നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതിൽ ഒരു മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ട പകുതി ഒന്ന് വേവാകണം. ആ സമയത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് മുട്ടയും ആ ക്യാബേജും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാബേജും മുട്ടയും കൊണ്ടുള്ള അടിപൊളി ഒരു തോരനാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ 2 ഐറ്റങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്